ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകൾ. അപ്പോൾ ക്രിസ്മസൊക്കെ ആയിട്ട് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുട്ടക്കുറുമ എന്ന് പറയാം. അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുട്ടക്കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ്ഡ് സവോള നല്ല കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അതും കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ മുട്ടയുടെ എണ്ണത്തിന് പ്രസക്തിയില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട എടുക്കുന്നതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു നാടൻ സ്റ്റൈലായ കാരണം കൊണ്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വിൻ്റർ ആയ കാരണം കൊണ്ട് തണുപ്പാണ്, വെളിച്ചെണ്ണ കട്ടിയായിട്ടുള്ളതാണ്. അത് മെൽട്ടായി ചൂടായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അത് കാരണം കൊണ്ട് ആകെ പൊട്ടിത്തെറിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. എത്രയും നിങ്ങൾക്ക് കനം കുറച്ചരിയാൻ പറ്റുമോ അതാണ് നല്ലത്, പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി നന്നായിട്ടൊന്ന് നമുക്കത് സവോള വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ചിക്കൻ കറിക്കൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടിപ്പ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സവോളയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാടി വരട്ടെ. അപ്പോൾ അത് വാടി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഈ സ്റ്റൗ ഒന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അരപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അരപ്പിനായിട്ട് ഇവിടെ ഒരു 2 പിടി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 തണ്ട് മല്ലിയില, ഒരു പിടിയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 15-20 കാഷ്നട്ട് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം പട്ടയാണ്. പിന്നെ 2 ഗ്രാമ്പു, ഒരു ഏലക്കായ. അപ്പോൾ ഈ പട്ട ഞാൻ അരയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ തേങ്ങ ഒരു 1/4 കപ്പിൻ്റെ അടുത്തൊക്കെ മതിയാവും കേട്ടോ. നമുക്ക് ഒത്തിരി തേങ്ങയൊന്നും ആവശ്യമില്ല. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുന്നതല്ലേ, കാരണം കൊണ്ട് നല്ല കുറുകിന് കിട്ടും. അപ്പോൾ ഇനി ഒരു മിക്സ്ഡ് ജാറിലേക്ക് തേങ്ങയും അണ്ടിപ്പരിപ്പും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓൾ സ്പൈസസും പിന്നെ ഈ പച്ചമുളകൊന്ന് 2 ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഈ മല്ലിയിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുന്നുണ്ട്, അരയാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കാരണം കൊണ്ട് തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചാലും മതിയാവും കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ മഷി പോലെ അരച്ചെടുക്കുക, ഒട്ടും തരയില്ലാതെ കഷ്ണട്ടൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം. ആ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ റോസ് സ്മെല്ല് മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം 1-2 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിയാൽ ആ ഒരു പച്ചക്കുത്തൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഞാൻ അത്യാവശ്യം നല്ല ചെറുതായിട്ട് പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, പെട്ടെന്ന് വഴണ്ട് കിട്ടാനും പിന്നെ നമ്മളുടെ ആ ഗ്രേവിയൊക്കെ നല്ലൊരു കുറുകിയ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഇത്രയും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തക്കാളിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴണ്ട് കിട്ടണം, നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. നമ്മുടെ മസാല എന്ന് പറയുന്നത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു 2-3 മിനിറ്റ് നേരം എടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഇങ്ങനെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തിട്ടുള്ളതാണ്, പിന്നെ വേണ്ടത് പെരുംജീരകം പൊടിച്ചിട്ടുള്ളതാണ്. പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കുന്ന അരപ്പിൽ നിങ്ങൾക്ക് അതങ്ങനെ തേങ്ങയുടെ കൂടെ നമ്മൾ സ്പൈസസ് എടുത്തില്ലേ അതിൻ്റെ കൂടെ അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ പൊടിയുള്ള കാരണം കൊണ്ട് ഈ ഒരു സമയത്ത് ചേർക്കുകയാണ്. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. മുളക് പൊടിക്ക് പകരമായിട്ട് നമ്മൾ പച്ചമുളകും കുരുമുളകും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പൊടി നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം. മല്ലിപ്പൊടിയുടെ ആ ഒരു കുത്ത്, അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റും റോ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് മാറും. നന്നായിട്ട് മല്ലിപ്പൊടി വഴണ്ടി കിട്ടണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം എടുത്തിട്ട് തന്നെ നിങ്ങൾ വഴറ്റിയെടുക്കുക.
നന്നായിട്ട് വഴണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് തരിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഒന്നും കൂടി ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ കണ്ടി നല്ല കുറുകലുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം കുറേശ്ശായിട്ടാണ് നോക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് പച്ചവെള്ളം ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ കറി റെഡി ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇവിടെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കൊന്ന് മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഉണ്ടല്ലോ, അതിട്ട് മുട്ടയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇതുപോലെ ഒന്ന് മസാലയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ലോ ഫ്ലെയിമിലിട്ട കാരണം കൊണ്ട് ഇതാ ഇപ്പോൾ ഇങ്ങനെ കറി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാഷ്യൂനട്ടൊക്കെ ചേർത്തിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും കറി തിളപ്പിക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും, ടേസ്റ്റ് കുറയും കേട്ടോ. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കറി ഇങ്ങനെ തിളപ്പിച്ചിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ എഗ്ഗും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി കറിയൊക്കെ ഏകദേശം സെറ്റായി. ഇനി ആ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് ആ മുട്ടയുടെ കൂടെ കുറച്ചും കൂടെ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാനും പിന്നെ അതുപോലെ ആ മുട്ടയുടെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ഗ്രേവിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം മാത്രം മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു അസാധ്യ ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം കൂടി നമുക്ക് ഈ മുട്ടയിട്ടും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. അതിന് ശേഷം നമുക്ക് ഇറക്കാൻ നേരത്ത് നന്നായിട്ടൊന്ന് ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി വന്ന ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷായിട്ട് പട്ടയും ഗ്രാമ്പും ഏലക്കായും പെരുംജീരകം പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. എങ്കിലും അവസാനമായിട്ട് നമുക്കിതുപോലെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവും. അപ്പോൾ അതേ നമ്മളുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി റെഡി ആയിട്ടുണ്ട്. കുറച്ച് നമുക്ക് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയുടെ ഫ്ലേവർ ഓൾറെഡി ആ തേങ്ങാരപ്പിൽ നന്നായിട്ടുള്ള കാരണം കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് മേലിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നല്ല കുറുകിയ ചാറിൽ നല്ല അടിപൊളി മുട്ടക്കറിയാണ്, നല്ല അസൽ മുട്ടക്കറിയാണ്. അപ്പത്തിൻ്റെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ പോകുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.